നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 286. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം മൂലം തൃതീയ സ്കന്ധം അധ്യായം 25 ശ്ലോകമാണെന്ന് പറയേണ്ടത്. എന്താണത്? സദാം പ്രസംഗാൻ മമ വീര്യസംവിദോ ഭവന്തിർയത് കർണരസായനാകഥാ തജ്ജോഷണാദാശ്വപവർഗവർമ്മണി ശ്രദ്ധാരതിർഭക്തിരനുക്രമിഷ്യതി. ഇതാണ് ശ്ലോകം. അതിൻ്റെ വാക്കാർത്ഥം സത്തുക്കളുടെ എൻ്റെ വീര്യജ്ഞാനയുക്തമായ പ്രസംഗത്തിൽ നിന്ന് മനസ്സിനും കർണങ്ങൾക്കും, അതായത് ചെവികൾക്കും ആനന്ദകരമായ കഥകൾ ഉണ്ടാകുന്നു. അവയുടെ സേവന നിമിത്തം, അതായത് കഥകളെ നിരന്തരം സേവിച്ച് അതിൻ്റെ തത്വാർത്ഥങ്ങളെ ജീവിതത്തിൽ പകർത്തുമ്പോൾ വേഗത്തിൽ മോക്ഷമാർഗത്തിൽ വിശ്വാസവും പ്രീതിയും പ്രേമവും ക്രമത്തിൽ സിദ്ധിക്കുന്ന, സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട്, അതായത് വിശ്വാസം വേണം, പ്രീതി മറ്റുള്ളവർക്ക് ഉപകാരമായിരിക്കണം, പ്രേമം വേണം. അത് ശാരീരികമല്ല, ആധ്യാത്മികമാണ്. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയാം. സത്സംഗം നിമിത്തം ദോഷനിവൃത്തി മാത്രമല്ല, പിന്നെന്തിനൊക്കെയാണ് പരിഹരിക്കാൻ പറ്റുക? മോക്ഷസാധന സമ്പത്തിയും ഉണ്ടാകും. അതാണ്, കാശുണ്ടായതുകൊണ്ട് കള്ള് കുടിച്ച് കൂത്താടാം, ചൂത് കളിക്കാം, മറ്റുള്ളവൻ്റെ മുതൽ വെട്ടിപ്പിടിക്കാം എന്നല്ലാതെ കണ്ട് ഒരു ശാശ്വതമായ അനശ്വരമായ ഒരു കാര്യം ചെയ്യാൻ സമ്പന്നർക്ക് പറ്റില്ല. കാരണം 99% സമ്പന്നരും നേരായ മാർഗത്തിലല്ല സമ്പത്ത് സൃഷ്ടിക്കുന്നത്. പറഞ്ഞ മനസ്സിലായില്ലേ? ഗവൺമെൻറ്റിനെ ഒക്കെ തോൽപ്പിച്ചുകൊണ്ട് അത്യാവശ്യം അവിടെയും ഇവിടെയൊക്കെ കിമ്പളം കൊടുത്ത്, അങ്ങനെയാണ് അതിൻ്റെ സത്യാവസ്ഥ. അപ്പോൾ എന്തോ ആവട്ടെ. അപ്പോൾ പറഞ്ഞു മോക്ഷസാധന സമ്പത്തിയും ഉണ്ടാകും. എങ്ങനെയെന്നാൽ എൻ്റെ പരാക്രമങ്ങളെ പ്രകാശിപ്പിക്കുന്നതായ സത്തുക്കളുടെ പ്രസംഗത്തിൽ നിന്ന് മനസ്സിനും കർണങ്ങൾക്കും ആനന്ദം ജനിപ്പിക്കുന്ന കഥകൾ കേൾപ്പാനിട വരും. അവയെ നിരന്തരം സേവിക്കുന്നത് കൊണ്ട്, നിരന്തരം, അല്ലാണ്ട് ഒരു ദേശത്ത് കൊല്ലത്തിലൊരു 7 ദിവസം സപ്താഹം മാത്രം ഉണ്ടായാൽ പോരാ. ജീവിതോപാധിയിൽ ഭാഗവത തത്വങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ നിരന്തരം സേവിക്കുന്നത് കൊണ്ട് മോക്ഷമാർഗത്തിൽ വിശ്വാസവും പ്രീതിയും പ്രേമവിശേഷവും ഒന്നോടൊന്നിച്ച് യോജിച്ചുകൊണ്ട് ഉണ്ടാകുന്നതാണ്. ഇത് ഇപ്പോൾ ഭാഗവതം നടത്തുന്ന ആൾക്കാർക്ക് അറിയില്ല. കാരണം എന്താ? അവരുടെ കാട്ടിക്കൂട്ടൽ കാണുമ്പോൾ ഇതറിഞ്ഞതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. 26 ശ്ലോകം. ഭക്ത്യാപുമാൻ ജാത വിരാഗ ഐന്ദ്രിയാത് ദൃഷ്ടശ്രുതാൻ മത് രചനാനുചിന്തയാം ചിത്തസ്യ യത്തോ ഗ്രഹണേ യോഗയുക്തോ യദിഷ്യതേ ഋജുഭിരോഗമാർഗേ. അതിൻ്റെ വാക്കാർത്ഥം എൻ്റെ പ്രവൃത്തിയുടെ അനുചിന്ത വീണ്ടും വീണ്ടും ചിന്തിക്കുക.
ഭക്തി നിമിത്തം കാണപ്പെട്ടതും കേൾക്കപ്പെട്ടതുമായ ഇന്ദ്രിയ സുഖത്തിൽ നിന്ന് ഉണ്ടായിരിക്കുന്ന വിരക്തിയോടുകൂടിയവനായി. എന്താ അങ്ങനെ? കാരണം ഇന്ദ്രിയങ്ങളെ അതിൻ്റെ ഇഷ്ടത്തിന് വിട്ടാൽ ഒന്നുമില്ലെങ്കിൽ നമുക്ക് കാസരോഗം പിടിക്കും. എന്താ കാസരോഗം എന്ന് പറഞ്ഞാൽ? ട്യൂബർകുലോസിസ്, ക്ഷയം പിടിക്കും. അപ്പോൾ ഈ ശരീരത്തിന് കുറ്റമറ്റതാക്കി തീർക്കണം. കാരണം ഭഗവാന് സഞ്ചരിക്കാനുള്ള രഥമാണ് ഈ ശരീരം. അപ്പോൾ അത് യൂത്ത് സമയത്ത്, അല്ലെങ്കിൽ മധ്യവയസ്കനാവുമ്പോൾ, അല്ലെങ്കിൽ വയസ്സനായാലും ഓജസ്സിനെയും തേജസ്സിനെയും നശിപ്പിക്കാതെ കണ്ട്, ഈ ഓജസ്സും തേജസ്സും എവിടുന്നാണ് വരുന്നത്? രക്തത്തിൽ നിന്ന് മജ്ജയിൽ നിന്നാണ് ഓജസ്സും തേജസ്സും ഉണ്ടാകുന്നത്. അത് ധർമാർത്ഥ കാമ മോക്ഷത്തിനുപയോഗിക്കുന്ന തപശ്ചര്യകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അല്ലാണ്ട് അത് വേസ്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ പുരുഷൻ ഉത്സാഹയുക്തനും യോഗത്തെ ആശ്രയിച്ചവനുമായിട്ട്, ഈ യോഗം എന്ന് പറഞ്ഞാൽ ഈശ്വരനായിട്ട് ലയിക്കുക എന്നുള്ളതാണ്, പ്രയാസമില്ലാതിരിക്കുന്ന യോഗമാർഗങ്ങളിൽ കൂടെ ചിത്തത്തിൻ്റെ ഗ്രഹണത്തിൽ യത്നിക്കും. ചിത്തത്തിൻ്റെ ഗ്രഹണം, ചിത്തത്തിൽ എന്താ നടക്കുന്നത്? ചിതാകാശ ഗുഹയിൽ സ്ഥിതി ചെയ്യുന്ന ബാലാഗ്ര സദഭാഗസ്യ വിസ്തരസ്യ ഏകോ ജീവ, അതിനെ അനുസന്ധാനം ചെയ്യാൻ സാധിക്കണം. ഇനിയാണ് അതിൻ്റെ ഭാവാർത്ഥം പറയാം. കഥാശ്രവണാദികളിൽ ആസക്തമായ മനസ്സ് ഞാൻ ചെയ്യുന്നതായ ലോകസൃഷ്ടിസ്ഥിതി സംഹാരകാര്യങ്ങളെക്കുറിച്ച് നിരന്തരം ചിന്തിച്ചു തുടങ്ങും. അപ്പോൾ എന്നിൽ പ്രേമം ജനിക്കും. ഇന്ദ്രിയങ്ങൾക്ക് കണ്ടറിയുവാനും കേട്ടറിയുവാനും സാധിക്കുന്നതായ ഇഹപരങ്ങളിൽ നിന്ന് സിദ്ധിക്കാവുന്നതും ഇന്ദ്രിയങ്ങളെ പ്രീതിപ്പെടുത്തുന്നതുമായ വിഷയഭോഗങ്ങൾ കാലത്താൽ നശിക്കുകയാണെന്ന അറിവുണ്ടാവാനിടവരും. ആ അറിവുണ്ടാവണം. കാലത്താൽ നശിക്കും ഈ ശരീരവും ഇന്ദ്രിയങ്ങളും. മാത്രമല്ല, ഈ ഇന്ദ്രിയങ്ങളെ വെറുതെ വിട്ടാൽ അത് നമ്മുടെ എക്സിസ്റ്റൻസിന് തന്നെ വലിയൊരു അപച്യുതി ഉണ്ടാക്കുന്ന രീതിയിലാവും. അതുകൊണ്ടാണ് അപ്പോൾ അവയിലുള്ള ആഗ്രഹം നശിക്കും, എന്നിൽ പ്രേമം വർദ്ധിക്കും. ഭഗവാനിൽ പ്രേമം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ആധ്യാത്മികമാണ്, ഡിവൈനാണ്. ഭക്തിപ്രധാനങ്ങളായ യോഗമാർഗങ്ങളെ ക്രമത്തിൽ അഭ്യസിക്കുവാനും മനസ്സിൻ്റെ ചലനതയെ അടക്കുവാനും മനസ്സിനെ കെട്ടിടാൻ സാധിക്കണം. കഴിയുന്ന വിധം പുരുഷൻ പരിശ്രമിക്കുന്ന. ഇനി അടുത്ത ശ്ലോകം 27. അസേവയായം പ്രകൃതേർഗുണാനാം ജ്ഞാനേന വൈരാഗ്യ വിജൃംഭിതേന യോഗേന മയ്യർപ്പിതയാ ച ഭക്ത്യാ മാം പ്രത്യഗാത്മാനമിഹാവരുന്ധേ. വാക്കാർത്ഥം ശ്രദ്ധിക്കുക. പ്രകൃതിയുടെ ഗുണങ്ങളുടെ, അതാണ് തമോ ഗുണം, രജോ ഗുണം, സാത്വിക ഗുണം. എന്നാൽ ഈശ്വരൻ അതല്ല, തുര്യാവസ്ഥയിലുള്ളതിനാണ്, ഗുണാതീതനാണ്. അപ്പോൾ അസേവ കൊണ്ടും, സേവ ഇല്ലാണ്ടിരിക്കുന്ന അവസ്ഥ, വൈരാഗ്യത്താൽ വർദ്ധിക്കപ്പെടുന്ന അറിവ് കൊണ്ടും യോഗം കൊണ്ടും എന്നിൽ സമർപ്പിക്കപ്പെട്ട ഭക്തി കൊണ്ടും ഈ പുരുഷൻ പ്രത്യേകാത്മാവായിരിക്കുന്ന എന്നെ ഈ ശരീരത്തിൽ തന്നെ പ്രാപിക്കുന്നു. ഈ ശരീരത്തിൽ പ്രാപിക്കാണ്ട് നിങ്ങൾക്ക് ഈ ദുനിയാവിൽ എവിടെ പോയാലും കിട്ടില്ല. തെറ്റാണത്. കാശിയിൽ പോയാലും തിരുമല വെങ്കടാചലപുരടുത്ത് പോയാലും ഈ ഭാഗവതത്തിൻ്റെ പ്രസക്തമായിട്ടുള്ള ഉപദേശങ്ങൾ മൈനസ് ചെയ്താൽ ഇറ്റ് ഈസ് എ മിയർ വേസ്റ്റ്. അതാണ് പറഞ്ഞത്. അപ്പം ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയാം. ശബ്ദസ്പർശരൂപഗന്ധാദി വിഷയസുഖങ്ങൾ ക്ഷണികങ്ങളാണ് എന്നുള്ളത് അറിയണം. ഇപ്പോൾ ഫേസ്ബുക്കിൽ ഒരുപാട് ഗ്രൂപ്പ്സ് ഉണ്ട്, ചില ഇൻഡിവിജ്വൽസ് ഉണ്ട്.
സ്ത്രീ ജന്മത്തെ വേണ്ട പോലെ ബഹുമാനിക്കാതെ കണ്ട് പലതും എഴുതി കൂട്ടുവർ. അല്ലെങ്കിൽ സ്ത്രീ ജന്മത്തിന് ഒരു ബാധ്യതയും സമൂഹത്തിനില്ല എന്നും തനിക്ക് ഇഷ്ടം പോലെ ജീവിക്കാമെന്നും തങ്ങളെ തൃപ്തിപ്പെടുത്താൻ പുരുഷന്മാർക്ക് സാധിക്കില്ല എന്നൊക്കെ ഗീർവാണങ്ങൾ കൊണ്ട് നിറച്ച് കയ്യടി വാങ്ങുന്ന ആൾക്കാരെ എനിക്കറിയാം. അപ്പോൾ ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം, മഹാഭൂതങ്ങൾ 5. വിഷയസുഖങ്ങൾ ക്ഷണികങ്ങളാകയാൽ അവയെ ഉപേക്ഷിക്കേണ്ടതാണെന്നുള്ള വിചാരം ദൃഢപ്പെട്ടു വരണം. അതുകൊണ്ട് ഈ വിഷയങ്ങളിൽ വിരക്തിയും തന്നിമിത്തം ശാസ്ത്രാഭ്യാസം നിമിത്തം ഉണ്ടാകുന്ന, അപ്പോൾ ലൗകികമായ കാര്യങ്ങളിൽ ആസക്തിയുള്ളവന് തത്വശാസ്ത്രങ്ങൾ പഠിക്കാൻ തോന്നില്ല. തത്വശാസ്ത്രങ്ങളിൽ മനസ്സ് ചെല്ലണമെന്നുണ്ടെങ്കിൽ വിരക്തി വരണം, വൈരാഗ്യം വരണം. അപ്പോൾ ജീവാത്മ പരമാത്മാക്കളുടെ ഐക്യജ്ഞാനവും അഷ്ടാംഗയോഗാഭ്യാസം കൊണ്ട് സിദ്ധിക്കുന്നതായ ഫലാഭിസന്ധി കൂടാതിരിക്കുന്ന ഭക്തിയും ബലപ്പെട്ടു വരും. അതിനാൽ പുരുഷൻ, ജീവാത്മാവ് ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ പരമാത്മാവായിരിക്കുന്ന എന്നെ പ്രാപിക്കും, പരമാത്മാവായി ഭവിക്കും. ഇറ്റ് ഈസ് നോൺ ആസ് എ റിയലൈസേഷൻ. ഞാൻ തന്നെയാണ് പരമാത്മാവ് എന്നൊരു അറിവ് ബോധ്യമായിട്ട് വരും. ദേവഹൂതിരുവാച 28ാമത്തെ ശ്ലോകം. കാചിത്വയച്യുതാ ഭക്തി കീദൃശേ മമ ഗോചരാ യയാ പദം തേ നിർവാണം അഞ്ജസാം സാ അന്വാശ്നുവാ അഹം. അങ്ങയിൽ യോഗ്യയായ ഭക്തി ഏതുമുള്ളതാകുന്നു? എനിക്ക് വിഷയമായിരിക്കുന്നത് ഏതുവിധമുള്ളതാകുന്നു? യാതൊന്നിനാൽ മോക്ഷരൂപമായിരിക്കുന്ന, ഈ നിർവാണം എന്ന് പറഞ്ഞാൽ എന്താ? മോക്ഷരൂപമായിരിക്കുന്ന അങ്ങയുടെ പാദത്തെ പ്രയാസം കൂടാതെ ഞാൻ അനുഭവിക്കും. അതാണ് അന്വാശ്നവേ എന്ന് പാടാന്തരം. അർഹിക്കും, അനുഭവിക്കും, രണ്ടും അവസരോചിതാണ് എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥം ദേവഹൂതി ചോദിക്കുകയാണ്. ആരോട്? കപില ഭഗവാനോട്. ഭഗവാൻ തന്നെ പരമാത്മാവെന്നുള്ള അനുഭവം യോഗം കൊണ്ടുണ്ടാകും. യോഗാംഗങ്ങളിൽ വെച്ചും പ്രധാനം ഭക്തിക്ക് തന്നെ. ഭക്തി സത്സംഗം കൊണ്ട് ലഭിക്കുമെന്ന് സംക്ഷേപരൂപമായിട്ടുള്ള ഉപദേശം ഭഗവാനിൽ നിന്ന് കേട്ടിട്ട് സന്തുഷ്ടയായ ദേവഹൂതി ഭക്തിയുടെ സ്വരൂപവിശേഷത്തെ വിസ്തരിച്ചറിവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഭഗവാനോട് ചെയ്ത ചോദ്യത്തെ 3 ശ്ലോകം കൊണ്ട് വിവരിക്കുന്നു. മുക്തിയെ സാധിപ്പാൻ യോഗ്യമായിരിക്കുന്ന ഭക്തിയുടെ സ്വരൂപം എന്താകുന്നു? അതിലും വിശേഷിച്ച് സ്ത്രീ ആയിരിക്കുന്ന എനിക്ക് സാധിക്കാവുന്ന ഭക്തി ഏത് വിധമുള്ളതാണ്? മോക്ഷരൂപമായിരിക്കുന്ന നിന്ദുരുവയുടെ ചരണത്തോട്, പാതാരവിന്ദത്തോട് എനിക്ക് ഐക്യം അനുഭവിപ്പാൻ ഉപകരിക്കുന്നതായ ആ ഭക്തിയുടെ വിശേഷ രൂപം അറിവാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. ഇനി അതിനെ പറ്റിയിട്ടാണ് പറയാം. 29ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കുക. യോ യോഗോ ഭഗവത് ബാണോ നിർവാണാത്മസ്ത്വയോദിതാ കീദൃശ കതി ച അംഗാനി യതസ്തത്വാവബോധനം. ഹേ മോക്ഷസ്വരൂപ, ഭഗവാനെ പ്രാപിക്കുന്നതായ യാതൊരു യോഗം അങ്ങയാൽ പറയപ്പെട്ടു. അതിൻ്റെ സ്വരൂപം എന്താകുന്നു? അംഗങ്ങൾ എത്ര? യാതൊന്നിൽ നിന്ന് തത്വങ്ങളുടെ ജ്ഞാനം ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി തരണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം, ഹേ മോക്ഷസ്വരൂപനായ ഭഗവൻ, ആര്? കപില മഹർഷി, അങ്ങയെ പ്രാപിക്കുവാൻ സഹായിക്കുന്നതായ യാതൊരു യോഗം അങ്ങയാൽ പറയപ്പെട്ടുവോ? യാതൊരു യോഗത്താൽ തത്വങ്ങളുടെ വിവേകജ്ഞാനം സിദ്ധിക്കുമോ?
ആ യോഗത്തിൻ്റെ സ്വരൂപം എന്താകുന്നു, അതിൻ്റെ അംഗങ്ങൾ എത്രയാകുന്നു എന്നാണ് ചോദിച്ചത്. അത് കഴിഞ്ഞിട്ട് 30-ാമത്തെ ശ്ലോകം എന്താ? തദേ തന്മേ വിജാനീഹി യദാഹം മന്ദധീർഹരേ സുഖം ബുദ്ധ്യേയ ദുർബോധം യോഷാ ഭവദനുഗ്രഹാത്. എന്താ അതിനർത്ഥം പറയാം? ദുഃഖങ്ങളെ നശിപ്പിക്കുന്ന ദേവ. കപില മഹർഷി ആരാ? ദുഃഖങ്ങളെ നശിപ്പിക്കുന്നവൻ. അപ്പം എന്താ ചെയ്യേണ്ടത്? അദ്ദേഹത്തിൻ്റെ ഉപദേശം നമ്മൾ ചെവിക്കൊണ്ടാൽ മാത്രമേ, ചെവിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ മാത്രമേ നമുക്ക് അതിന് ഗുണമുണ്ടാവുള്ളൂ. ബുദ്ധിയും സ്ത്രീയുമായ, അതായത് മന്ദബുദ്ധിയും സ്ത്രീയുമായ ഞാൻ പ്രയാസപ്പെട്ടാൽ കൂടി അറിവാൻ സാധിക്കാത്തതായ ആ ഇതിനെ അങ്ങയുടെ അനുഗ്രഹത്താൽ യഥാസുഖം എപ്രകാരമാകയാൽ സുഖമായി അറിയുമോ അപ്രകാരം എനിക്ക് വിജാനേഹി അറിയിച്ചാലും. അതിൻ്റെ ഭാവാർത്ഥം ഹരേ, അതായത് ഭഗവാനും കപിലമഹർഷിയും വ്യത്യാസമില്ല എന്നർത്ഥം. ഹരേ, ഈ സാഖ്യം എന്ന യോഗം പ്രയാസപ്പെട്ടാലും അറിവാൻ സാധിക്കാത്തതാണല്ലോ. ആ ഒരു സെൻറ്റൻസ് ശരിക്കും ശ്രദ്ധിക്കണം. ഈ സാഖ്യമെന്ന യോഗം പ്രയാസപ്പെട്ടാലും എല്ലാവർക്കും അറിവാൻ സാധിക്കില്ല. എന്താ കാരണം? അത്രയും സൂക്ഷ്മ മൈന്യൂട്ടാണ്. മന്ദബുദ്ധിയും സ്ത്രീയുമായിരിക്കുന്ന ഞാൻ ഏതു വിധത്തിൽ അതിനെ പ്രയാസപ്പെടാതെ തന്നെ സുഖമായി അറിയുമോ ആ വിധത്തിൽ നിന്തുരുവടി എന്നെ ധരിപ്പിക്കണം. അതിന് എന്നിൽ അനുഗ്രഹമുണ്ടാകണം എന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിർത്തും. കാരണം 17 മിനിറ്റ് ആയിട്ടുള്ളൂ. പക്ഷേ ഈ ഒരാഴ്ച ഭയങ്കര ഹെക്റ്റിക്കാണ്. ഒരു 8-10 മണിക്കൂർ ഞാൻ ജോലിയും ചെയ്യുന്നുണ്ട്. അത് കൂടാണ്ടാണ് ഭാഗവതം ക്ലാസ്സൊക്കെ സസ്പെൻഡ് ചെയ്തിരുന്നു ഒരാഴ്ച. അത് കഴിഞ്ഞൊക്കെ ശരിയാവും. മനസ്സിലായില്ലേ? എല്ലാം വേണ്ടേ ജീവിതത്തിൽ. അപ്പോൾ ഇവിടെ നിർത്തി. ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്നൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മൾ പ്രാർത്ഥന എന്ന് പറഞ്ഞ് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.